ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. തുടക്കക്കാർക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഞാൻ എല്ലാം അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ കുറച്ച് ലെങ്ത്താണ്, ഇതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയണതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. എന്നിട്ട് വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിപ്പിക്കുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ബീഫ് വാങ്ങിക്കൊടുത്തതിന് ശേഷം ഞാൻ നല്ലപോലെ കഴുകി വെള്ളം വാരാൻ വേണ്ടി മാറ്റി വെക്കണം. നമ്മൾ ബീഫ് വാങ്ങുമ്പോൾ ഒരുപാട് വലിയ പീസ് വാങ്ങരുത്, ഒരുപാട് ചെറിയ പീസും വാങ്ങരുത്, ഇടത്തരായിട്ടുള്ള ഒരു പീസ് വാങ്ങുക. പിന്നെ ബിരിയാണിക്കൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് നെയ്പ്പും എല്ലോട് കൂടിയുള്ള പീസ് വാങ്ങും. അതിന് ശേഷം അതിലേക്ക് വേണ്ട ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഞാൻ തൊലിച്ചും മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം വാർന്ന ബീഫിനെ ഞാനിത് കുക്കറിലേക്ക് ഇട്ടിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 90% നമുക്ക് ബീഫ് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ നിങ്ങളുടെ കുക്കറിന് എത്ര വിസിലാണോ വേണ്ടിച്ച് അതിനനുസരിച്ചിട്ട് വിസിൽ അടിച്ച് വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതൊരു 4 വിസിലടിച്ചിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാനിത് 1.5 കിലോ ജീരകശാല അരിയാണ്, കൈമ റൈസ്. ഇതിൽ 6 കപ്പുണ്ട്. ചില അരി ഉണക്കം കൂടുതലുണ്ടാകും, അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അളവും വ്യത്യാസം വരും കേട്ടോ. ഞാൻ ഒഴിക്കണ വെള്ളം ആയിരിക്കില്ല, അപ്പോൾ ഉണക്കം കൂടുതലുള്ള അരിക്ക് വേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അരി ഞാൻ എടുത്ത് 6 കപ്പ് എടുത്തതിന് ശേഷം നല്ലപോലെ ഒരു 3-4 വെള്ളത്തിൽ കഴുകുക. വെള്ളം തെളിയുന്ന വരെ കഴുകി എടുത്തതിന് ശേഷം പിന്നെ അത് നല്ല വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരമണിക്കൂർ അത് സോക്ക് ചെയ്യാൻ വെക്കുക. അപ്പോൾ അതാ ഞാൻ 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് ഇനി അത് അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അരി വെള്ളത്തിൽ നിന്ന് വാര വെക്കാൻ കേട്ടോ. ഒരു അരിപ്പയിലേക്ക് നല്ലപോലെ വെള്ളം വരാൻ വേണ്ടി മാറ്റി വെക്കണം. ഇനി നമുക്ക് ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് 3-4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇട്ടാൽ പൊട്ടിത്തെറിക്കുള്ളൂ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് മൂടി വെക്കാം. എന്നിട്ട് അതിൻ്റെ പൊട്ടൽ കഴിഞ്ഞതിന് ശേഷം മാത്രം തുറക്കുക. തുറന്നതിന് ശേഷം ഞാൻ അതിലേക്ക് 2 തുണ്ട് പട്ടയും 1 ബേ ലീഫ് മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 8 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 8 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് 1.5 കിലോന് അരി ഇട്ടിട്ടാണ് വെക്കുന്നത്, അതിനുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ഷാജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷാജീരകം ഇടുമ്പോൾ നമ്മുടെ ചോറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, നല്ല ഫ്ലേവറും ഉണ്ടാവും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതെല്ലാം നല്ലപോലെ പൊട്ടി അതിൻ്റെ ഫ്ലേവർ വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി കനല്ലാതെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് സോട്ടായതിന് ശേഷം നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം നല്ലപോലെ മാറണം കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ ഇതിൻ്റെയൊക്കെ വഴറ്റി കൊടുക്കുന്നത്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റരുത്, അപ്പോൾ കരിഞ്ഞു പോകുള്ളൂ. അതിൻ്റെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് ഞാൻ 6 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 9 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ്. അത് നിങ്ങൾ ഉണക്കമുള്ള അരിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിനാണ് അരി എടുത്തിരിക്കുന്നത്, 6 ഗ്ലാസ്. അതിന് ഈ ഗ്ലാസ്സിന് തന്നെ ഞാൻ 9 ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഉണക്കമുള്ള അരി എടുക്കണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് എന്നുള്ള കണക്കിന് വെള്ളം എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണക്കമുള്ള അരി എങ്ങനെ അറിയാമെന്നുണ്ടെങ്കിൽ കടിച്ച് നോക്കിയാൽ നല്ല കടുന്ന നല്ല ബലം ഉണ്ടാകും. അതാണ് ഉണക്കമുള്ള അരിൻ്റെ ഇത്. അപ്പോഴേക്കും എന്താ നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ എയറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് ചൂടാറി കിട്ടണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം. ഒരുപാട് വേവിച്ച് അളിയിക്കരുത് കേട്ടോ. നമ്മളിത് 2-3 വേവുണ്ട്, അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ അപ്പം വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 90% നമുക്ക് ബീഫ് വെന്ത് കിട്ടിയാൽ മതി. ഇനി ഞാനിതൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 3 ടീസ്പൂൺ ടിക്ക മസാല പൗഡറാണ്. ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, ടിക്ക മസാല ഉണ്ടാക്കണോ എങ്ങനെയാണെന്നുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ വേണമെങ്കിലും കിട്ടും, ഉണ്ടാക്കാൻ പറ്റാത്തവരാണെങ്കിൽ. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു നാരങ്ങൻ്റെ പകുതി നാരങ്ങൻ്റെ ജ്യൂസ്, ലെമൺ ജ്യൂസ്. ആവശ്യത്തിന് മസാലയ്ക്കുള്ള മാത്രമുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. നമ്മൾ ബീഫിൽ ഉപ്പിട്ടിട്ടുണ്ട്. മസാലകളിൽ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിത് ബീഫ് വേവിച്ചതിലത്തെ ബീഫിൻ്റെ സ്റ്റോക്കാണ് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് മസാല കുറച്ചൊരു ലൂസ് വേണം, അതിന് വേണ്ടിയിട്ട്. ഇതെല്ലാം നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ബീഫിൽ കുറച്ച് എല്ലുണ്ടായിരുന്നു, അതുകൊണ്ട് മാറ്റി വെച്ചിട്ട് നേരത്തെ ഇറച്ചി മാത്രം എടുത്തിട്ട് ഇതൊന്നും മസാല തേച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ആരും ഇതുപോലെ ചെയ്ത് കണ്ടിട്ടില്ല ഞാൻ. നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക.
കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ബീഫ് സാധാരണ പൊരിച്ചെടുക്കാൻ ഇതേപോലത്തെ ഒരു മസാല ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇനി അതവിടെ മാറ്റിയിട്ട് ഞാൻ ഒരു അരമണിക്കൂർ അവിടെ മാറ്റി വെക്കുന്നുണ്ട്. സമയം ഉണ്ടെങ്കിൽ വെച്ചാൽ മതി കേട്ടോ. സമയം ഇല്ലെങ്കിൽ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നൊന്നുമില്ല. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അരി. അതിലേക്ക് ഞാൻ അതൊരു പകുതി നാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുരുപെടരുത് കേട്ടോ, കുരുപെട്ടാൽ കഴിക്കുള്ളൂ. എന്നാൽ ഞാൻ അരിയൊക്കെ വെള്ളം വാരാൻ വേണ്ടി അരിപ്പക്കൊട്ടയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പോലെ വെള്ളം വാർന്ന അരിനെ നമ്മൾ ചോറിലേക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക, തിളച്ച വെള്ളത്തിലേക്ക്. ഉപ്പൊക്കെ ചെക്ക് ചെയ്യട്ടെ. വെള്ളത്തിൽ കുറച്ച് ഉപ്പ് മുന്നിട്ട് നിന്നാലേ നമ്മുടെ ചോറിൽ ഉപ്പുണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. തുടക്കക്കാരനോടാണ് ഞാൻ ഈ പറയുന്നത്. അറിയുന്നവരൊക്കെ ഒന്ന് ക്ഷമിക്കും. അറിയാത്തതായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. അതിന് ശേഷം അരി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുത്ത് ഞാനത് മൂടി വെച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോഴേക്കും നമ്മുടെ ചോറ് നല്ലപോലെ തിളച്ചിട്ടുണ്ടാവും. ഞാൻ അരി ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നല്ലപോലെ ഇളക്കിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ഇടുന്നുണ്ട്. നമ്മൾ ബിരിയാണി ചോറല്ലേ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇലകൾ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി, ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ അതിന് ശേഷം അടച്ചു വെക്കുക. ഒരു ചെറുതായിട്ടൊന്നിങ്ങനെ തിളച്ചാൽ മതി. ഏറ്റവും മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിതൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോഴേക്കും തന്നെ നമ്മുടെ ചോറൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ടാകും. മൊത്തം അരി വേകാൻ ഒരു 10, 12, 13 മിനിറ്റ് മതി. അപ്പോഴേക്കും നല്ല പോലെ വെന്ത് കിട്ടും കേട്ടോ. ഇനി അതവിടെ വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അതിതാ ഞാൻ നല്ലൊരു ചോറ് കട്ടിയുള്ള ചട്ടി വെച്ചിട്ടുണ്ട്, വരുന്ന ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചാൽ മതി. നെയ്യും കൂടി ഇട്ടിട്ട് നമ്മൾ ഉള്ളി വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഇതിലേക്ക് ഞാനിതാ 1 ഉള്ളി കനല്ലാതെ അരിഞ്ഞിട്ട് ഞാനിതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ദമ്മിടാനുള്ളതാണ് കേട്ടോ. ഉള്ളി ഫ്രൈ ചെയ്യുന്ന വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ കാണിക്കുന്നത്. നമ്മൾ ഉള്ളി ഇടുമ്പോൾ എണ്ണയ്ക്ക് നല്ല ചൂട് വേണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഞാനിത് പൊരിച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ ഉള്ളി പൊരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാനിത് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഉള്ളി വറുത്തെടുത്ത അതേ എണ്ണയിലേക്ക് തന്നെയാണ് ഞാനിത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് മുന്തിരി ഉണ്ടെങ്കിൽ മുന്തിരി ഇട്ടാൽ കേട്ടോ. എൻ്റെ അടുത്ത് മുന്തിരി ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. ഇതൊന്നും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. വീട്ടിലെ ആവശ്യത്തിന് ഉണ്ടാക്കുമ്പോൾ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പിന്നെ അതിന് ശേഷം ഞാൻ അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് കുക്കിംഗ് ഓയിലാണെങ്കിലും ഏത് കുക്കിംഗ് ഓയിലാണ് ഉപയോഗിക്കുന്നത് അത് എടുക്കാം കേട്ടോ. ഇനി ഏത് ഓയിലാണെന്ന് ചോദിക്കുന്നവരെ കൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത്. നമ്മൾ ആ എണ്ണ നല്ല പോലെ ചൂടായതിന് ശേഷം നമ്മൾ മസാല തേച്ച് വെച്ച ബീഫ് മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഞാനിതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ മസാല ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. ബീഫൊക്കെ വെന്തതല്ലേ. ഒരിക്കലും കരിഞ്ഞു പോകരുത്. കരിയാതെ നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കുക. അത് കുറച്ച് നേരം ആകുമ്പോഴേക്കും തന്നെ നല്ലപോലെ മസാലയൊക്കെ നല്ല പോലെ വെന്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ബീഫിൻ്റെ കളറേ വ്യത്യാസമായിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിത് കോരിയെടുക്കുക. നിങ്ങൾ ചെറിയ ചട്ടിയിലാണ് പൊരിക്കണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെ പൊരിച്ചു കൊടുത്താൽ മതി. ഞാനിത് വലിയ ചട്ടി ആയതുകൊണ്ട് ഞാൻ മുഴുവനായിട്ടും ഇട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മൊരിയുണ്ട് എണ്ണയിലിട്ട്. ആ മൊരി നല്ലൊരു ടേസ്റ്റാണ്. ഇത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഇത് മസാലയിലേക്ക് ഇടുമ്പോൾ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ബീഫ് ഇതേപോലെ പൊരിച്ചത്, ഈ ബീഫ് പൊരിച്ചത് ഇതേപോലെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 കറാമ്പൂ, 3 ഏലക്ക, ഒരു തുണ്ട് കൽപ്പാശ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന കാരണം കൂടി ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു കറുത്ത ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഷാജീര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 9 വലിയ ഉള്ളിയാണ് ഇട്ടെടുക്കുന്നത്. ഏകദേശം 800 ഗ്രാം ഉണ്ടാവും കേട്ടോ. 9 വലിയ ഉള്ളിയാണിത്. ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം നിന്ന് വഴറ്റി തന്നെ എടുക്കണം കേട്ടോ. നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനിത് മൂടി വെച്ചിട്ടുണ്ട്. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് സോഫ്റ്റായി ഇതാ ഗോൾഡൻ കളറായി വരും. ഇങ്ങനെ ആകണം കേട്ടോ. ഉള്ളി ഇങ്ങനെ വഴറ്റി വെക്കുമ്പോൾ നമ്മുടെ ബിരിയാണി എത്ര നേരം പുറത്ത് വെച്ചാലും കേടുവരില്ല. അതിന് ശേഷം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റും പിന്നെ ഒരു 5-8 പച്ചമുളക് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കണം. മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ബീഫിൽ മുളക് ഇട്ടിട്ടാണ് പൊരിച്ചെടുത്തത്.
അതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 5, 8 ചെറിയ ഉള്ളി, വലിയ ചെറിയ ഉള്ളിയാണ് ട്ടോ. അത് നല്ലപോലെ ചാച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യട്ടോ. ഓരോന്ന് ഓരോന്ന് തന്നെ ഇട്ട് വഴറ്റിയെടുക്കുക. അപ്പോഴാണ് നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ചെറിയ ഉള്ളി ഇട്ട് നല്ലപോലെ വഴറ്റി പച്ചമണം പോയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 4 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമ്മൾ മൂടി വെക്കുക. മൂടി വെച്ചാൽ പെട്ടെന്ന് അതൊന്ന് വെന്ത് സോഫ്റ്റ് ആയി കിട്ടും. ഇപ്പോൾ നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി ഞാനിത് മൂടി വെക്കണം. മൂടി വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആയി കിട്ടും. അപ്പോൾ അതിന് ശേഷം തുറന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി അത് നമ്മളിട്ട തക്കാളിയൊക്കെ വെന്ത് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ച് വെക്കുക. ഒരുപാട് പുളിയുള്ള തൈരല്ല, ഒരു മീഡിയം പുളിയുള്ള തൈര് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. തൈര് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് അതും എണ്ണ തെളിയുന്ന വരെ വഴറ്റി കൊടുക്കുക. ഏതിട്ടാലും എണ്ണ തെളിയുന്ന വരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. പിന്നെ അതിന് ശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി. ഈ മുളകും പച്ചമുളകൊക്കെ നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിത് 1.5 കിലോ ബീഫിൻ്റെ അളവാണ് ഞാനീ പറയുന്നത്. പിന്നെ അതിന് ശേഷം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യും കൂടി ഒഴിക്കുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. അത് ഒഴിച്ചതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് 1 പിടി മല്ലിയിലയും 1 പിടി പുതിനയിലയും ഇടുന്നുണ്ട്. ഇത്ര നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഇതൊക്കെ ഇടുമ്പോഴാണ് നമ്മുടെ ബിരിയാണി മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക, നല്ലൊരു ഫ്ലേവർ ഉണ്ടാകുക. ഇഷ്ടമില്ലാത്തൊരു സ്കിപ്പ് ചെയ്യുക കേട്ടോ. കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് ഇടുക. അതിന് ശേഷം അതാ നല്ലപോലെ വഴറ്റി എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാനതാ നമ്മൾ വേവിച്ച ബീഫിൻ്റെ വെള്ളവും അതിൽ എല്ല് ഇട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല, ആ എല്ലും പാടെ ഞാനത് അതിലേക്ക് മുഴുവനായിട്ടും കൊട്ടിയിട്ടുണ്ട് കേട്ടോ. ബീഫ് കുക്കറിൽ ഇടുന്ന വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയി, അതുകൊണ്ടാണ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമ്മളത് ബീഫ് വേവിച്ച വെള്ളവും ബീഫിൻ്റെ എല്ലും പാടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് തിള വരണം. തിള വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് മുഴുവനായിട്ട് ഇടുക. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കിട്ടിയ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് ഇനി ഒരാൾക്ക് ഇത് ഉണ്ടാക്കി നോക്കാമെന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ബീഫൊക്കെ ഞാൻ അതിലേക്ക് മുഴുവനായിട്ടും കൊട്ടി ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിത് മൂടി വെക്കുക. മൂടി വെച്ചിട്ടൊരു ഏറ്റവും മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു കുറച്ച് നേരം ആകുമ്പോഴേക്കും ഇതിൻ്റെ എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് തെളിഞ്ഞ് വരണം. അപ്പോഴാണ് ഇതിൻ്റെ പരുവം കേട്ടോ. അതോടെ ഞാൻ സിമ്മിലാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ 10 മിനിറ്റ് കഴിഞ്ഞ് ഞാനത് തുറന്നിട്ടുണ്ട്. തുറന്നതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് വെന്ത് കുഴഞ്ഞിട്ടും വെന്തുടഞ്ഞിട്ടൊന്നുമില്ല, ഒന്ന് കാണുമ്പോൾ തന്നെ അറിയില്ല. പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ പുതിയൊരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ, ഹൈപ്പ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. അപ്പോൾ നിങ്ങളെല്ലാവരും അതും കൂടി ഒന്ന് ചെയ്യുക. ഒരാൾക്ക് 3 പ്രാവശ്യം ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഹൈപ്പ് ചെയ്താൽ നമുക്ക് അതിൽ പൈസ ഒന്നും കിട്ടില്ല കേട്ടോ. നമ്മുടെ ചാനലിന് ഒരു പോയിന്റ് മാത്രമേ കിട്ടുള്ളൂ. നമ്മുടെ വീഡിയോക്ക്, ചാനലിനല്ല, ഈ വീഡിയോക്ക് ഒരു പോയിന്റ് കിട്ടും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും കൂടി ഒന്നും മറന്നു പോകരുത്. അപ്പോൾ അതാ ചോറ് ഞാൻ തുറന്ന് നല്ലപോലെ ഇളക്കി ദമ്മിടും പോലെ ആക്കി വെച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പാലിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ ഇവിടെ ആയിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോഴാണ് നമ്മൾ ചോറ് വിളമ്പുമ്പോൾ കാണാൻ നല്ലൊരു ചന്തം ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിന് നിങ്ങൾക്ക് കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് കുറച്ച് ചുടുവെള്ളത്തിലിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ ഇഷ്ടമാണെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. ഞാൻ ഫുഡ് കളർ ഒഴിക്കലില്ല കേട്ടോ. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക. ചിലവർ പറയും നമുക്ക് മല്ലിയിലൻ്റെയും പുതിനയിലൻ്റെയും മണം ഇഷ്ടമില്ല എന്ന്. കുറച്ചെങ്കിലും ഇട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാകുക. മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും പാടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും നമ്മുടെ ചോറ് കഴിക്കാൻ കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാലൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ നമ്മൾ ദമ്മിട്ട് വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തുറന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ദമ്മിടുന്ന സമയത്ത് എനിക്ക് ഒഴിക്കാൻ മറന്നതാണ്. അപ്പോൾ അതുകൊണ്ട് 10 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഞാനത് തുറന്ന് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കും. നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനത് അങ്ങനെ തന്നെ അടച്ച് വെക്കണം. ഇനി ഒരു 10 മിനിറ്റ് ഞാൻ അങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മുടെ ഇറച്ചിയൊക്കെ 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട്
10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം, കറക്റ്റ് പരുവം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മസാലക്ക്. ഒരുപാട് വെള്ളം പോലും നമ്മുടെ മസാല ഉണ്ടാകരുത്, ഡ്രൈ ആയിട്ടും ഉണ്ടാകരുത്. നമ്മളിത് ചോറ് വേറെ മസാല വേറെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയ കാരണം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ. ബിരിയാണി കഴിക്കണം എന്നുണ്ട്, പക്ഷേ ഇറച്ചി ഇടുന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോറും ബീഫും വേറെ വേറെ ഉണ്ടാക്കിയത്. ഇനി നിങ്ങൾ ദമ്മിടുമ്പോൾ ചോറ് അടിയിൽ ബീഫ് നടുവിലിട്ടിട്ട് മേലെ ചോറൊക്കെ ഇട്ട് അങ്ങനെ ദമ്മിടുന്നവർക്ക് അങ്ങനെ ദമ്മിട്ടിട്ടും കഴിക്കാം. ഇല്ല ഇറച്ചി കഴിക്കാത്തവർക്കാണെങ്കിൽ ഇങ്ങനെയും കഴിക്കാം. ഈ ചോറ് മാത്രം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഒരു സാലഡും കൂട്ടിയിട്ട് കഴിക്കാൻ. അപ്പോൾ ബീഫ് തുറന്നതിന് ശേഷം നല്ലപോലെ ഇളക്കി അതിൽ ഉപ്പും പുളിയൊക്കെ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ്. അതിന് ശേഷം അതാ ഞാൻ ചോറും തുറന്നിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് നെയ്യ് ഒഴിച്ച് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ചോറ് തുറന്നത്. അതിന് ശേഷം ഇനി നമുക്ക് വിളമ്പാം. ഞാൻ വിളമ്പുന്നത് 2-3 സൈസ് ഞാൻ വിളമ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് വീഡിയോ മിസ്സായി, ഫോണൊന്ന് ഹാങ് ആയി. അപ്പോൾ അതൊന്ന് നേരാക്കിയപ്പോഴേക്കും കുറേ വീഡിയോസ് എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ഇത് വിളമ്പാം കേട്ടോ. നമ്മൾ ഒരു ബൗളിൽ അടിയിൽ ചോറ്, കല്യാണ വീട്ടിലൊക്കെ വിളമ്പില്ല, അടിയിൽ ചോറിട്ട് നടുവിൽ മസാല ഇട്ടിട്ട് മേലെ ചോറിട്ടിട്ട് അങ്ങനെ വിളമ്പാം. കപ്പ് ബിരിയാണി പോലെ വിളമ്പാം. ഇല്ല ഇപ്പം ഞാൻ ഈ വിളമ്പണ പോലെ നിങ്ങൾക്ക് ഇങ്ങനെ വിളമ്പാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നിങ്ങൾക്ക് വിളമ്പരുത്. എങ്ങനെയാണെങ്കിലും അടിപൊളി കിടിലൻ ബിരിയാണിയാണ്. ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണീസും നാടൻ റെസിപ്പീസും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസും ഒക്കെ ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും പ്ലേലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കണ്ടു നോക്കട്ടോ. പിന്നെ ഇതിൻ്റെ മുമ്പിൽ നമ്മൾ സോഡാപ്പൊടിയോ പിന്നെ തേങ്ങാ വെള്ളമോ പുളിച്ച മാവോ ഉഴുന്നോ ഈസ്റ്റ് ഒന്നും കൂട്ടാതെ നല്ലൊരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പിയും പിന്നെ മട്ടൻ കുറുമൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കണ്ടിട്ട് സപ്പോർട്ട് തന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും. ബൈ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും